കാരണം പ്രിയമുള്ളവരെ, മുഖ്യമന്ത്രി തർക്കത്തിൽ വി ഡി സതീശനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വി ഡി സതീശൻ ഒരിക്കലും പ്രസ്ഥാനത്തിൻ്റെ ആത്മ അഭിമാനം കളഞ്ഞ് സാമുദായിക നേതാക്കന്മാരുടെയോ ആചാര്യന്മാരുടെയോ ഒന്നും തിണ്ണ നിരങ്ങാൻ പോയിട്ടില്ല എന്നാണ്. കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ള ഒരു വിശകലനമാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഈ സാമുദായിക നേതാക്കന്മാരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും അനാവശ്യത്തിന് അവരെ താണുവണങ്ങുന്ന ഒരു രീതി സ്വീകരിക്കുന്നില്ല. അദ്ദേഹം മിക്കപ്പോഴും ഈ എ പി അബൂക്കർ മുസ്ലിയാർ സുന്നി നേതാവ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളിലൊക്കെ അവരുടെ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മിക്ക കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ പോകുന്നത് പോലെ അവിടെ പോയി ഒരു താണുവണങ്ങുന്ന ഏർപ്പാട് അദ്ദേഹം കാണിക്കാറില്ല. SNDPയുടെയും NSSൻ്റെയും നേതാക്കന്മാരെയും അവരുടെ സംഘടനാ നേതാക്കന്മാർ എന്ന രീതിയിൽ, സാമുദായിക നേതാക്കന്മാർ എന്ന രീതിയിൽ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഒക്കെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവർ നടത്തുന്ന ചില പ്രസ്താവനകളെ അദ്ദേഹം തിരുത്തുകയും ഖണ്ഡിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സാമുദായിക നേതാക്കന്മാർക്ക് വഴങ്ങുന്ന ഒരാൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സാമുദായിക നേതാക്കന്മാരൊക്കെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകുന്നതിൽ നിന്ന് എതിർക്കുകയും അവർ കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. മിക്കപ്പോഴും ഇതിൽ പല നേതാക്കന്മാരും ഈ സാമുദായിക നേതാക്കന്മാരുടെ ഒക്കെയും പരിഗണനയിൽ, അവരുടെ പരിലാളനയിൽ, അവരുടെ നിർദ്ദേശങ്ങളിൽ മന്ത്രിപദങ്ങളും മറ്റുമൊക്കെ അലങ്കരിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ വി ഡി സതീശൻ അങ്ങനെയല്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് സാമുദായിക നേതാക്കന്മാരുടെ ഒക്കെ പ്രസ്താവന കാണുമ്പോൾ അവർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെ വിവിധ തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നുണ്ട്. അത് സുകുമാരൻ നായരായാലും SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനായാലും ഇന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് എ പി അബൂക്കർ മുസ്ലിയാർ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മെയിൽ അയച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാമുദായിക നേതാക്കന്മാരുടെ ഒരു പിന്തുണ വി ഡി സതീശന് ഇല്ല എന്നതാണ് ഇത്തരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിൻ്റെ പ്രസ്താവന ഉണ്ടായതായി പറയുന്നുണ്ട്. വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങണം. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ പോഷക സംഘടനകൾ യൂത്ത് ലീഗ് ആയാലും MSF ആയാലും ഒക്കെയും വി ഡി സതീശന് വേണ്ടി കോൺഗ്രസിൽ വി ഡി സതീശനെ അനുകൂലിക്കുന്ന ആളുകൾക്കൊപ്പം തന്നെ തെരുവിലുണ്ട്, വി ഡി സതീശന് വേണ്ടി ശബ്ദമുയർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഡൽഹിയിൽ അതിരാവിലെ എത്തിയ വി ഡി സതീശനെ സ്വാഗതം ചെയ്യാനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ MSF വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കന്മാരൊക്കെ പ്രവർത്തകരും ഒക്കെ എത്തിയിരുന്നു എന്നതും നമ്മൾ ചേർത്തു വാക്കേണ്ടതുണ്ട്. അതായത് മുസ്ലിം സംഘടനകളിൽ ഒരു വിഭാഗം വി ഡി സതീശനെ അനുകൂലിക്കുമ്പോൾ അതിതീവ്രവും അതിയാഥാസ്ഥിതിക വിഭാഗവും വെച്ചു പുലർത്തുന്ന മറ്റൊരു വിഭാഗം വി ഡി സതീശനെ എതിർക്കുന്നുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും SDP പോലെയുള്ള തീവ്ര സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾ വി ഡി സതീശനെ എതിർക്കുന്നുണ്ട്. കാരണം വി ഡി സതീശൻ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ നിലപാടുകൾ എതിർക്കും, അവർക്ക് തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ അവർ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ സംഘടനകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ക്രൈസ്തവ സംഘടനകളും അനുകൂലിക്കുന്നുണ്ട് വി ഡി സതീശനെ. ഇന്ന് ഓർത്തഡോക്സ് സഭയുടെയൊക്കെയും ഒരു പ്രസ്താവന വരുന്നത് വി ഡി സതീശൻ അനുകൂലമായിട്ടാണ്. പ്രത്യേകിച്ചും വി ഡി സതീശൻ എറണാകുളം തട്ടകമാക്കിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ സംഘടനകളുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. പ്രത്യേകിച്ചും അവരുടെയൊക്കെയും യോഗങ്ങളിൽ ബൈബിളൊക്കെ കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്നതിൽ വളരെ മികച്ച രീതിയിൽ പ്രസംഗിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതുതന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. ഇന്നും ഇന്നലെയൊക്കെ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളുടെ ഒക്കെയും പ്രസ്താവന വരുന്നുണ്ട്, വി ഡി സതീശൻ അധികാരത്തിലെത്തിയാൽ അത് ഒരുപക്ഷെ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ഭരണമാകും എന്ന രീതിയിലൊക്കെ. എന്തായാലും വി ഡി സതീശന് ആ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഈ ക്രൈസ്തവരെ UDF പിന്നിൽ അണിനിരത്തുന്നതിന് വി ഡി സതീശൻ്റെ സാന്നിധ്യം അത് UDF ഉപകാരപ്പെട്ടു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സെല്ല്, അതുപോലെ കാസ എന്നിവയൊക്കെ മുൻനിർത്തി ക്രൈസ്തവ സമുദായത്തെ BJPയോട് അടുപ്പിക്കുവാനുള്ള ശ്രമം BJPയിൽ നിന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് PC ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ അതിനെയൊക്കെ പരാജയപ്പെടുത്തി UDFനോടൊപ്പം ക്രൈസ്തവ സമുദായത്തെ നിർത്തുന്നതിന് വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതായത് വി ഡി സതീശൻ ഇത്തരം കഴിവുകൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ മുൻനിർത്തി വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടും. ഒരുപക്ഷെ TKക്ക് വേണ്ടി കർണാടകയിൽ, തെലങ്കാനയിൽ മറ്റൊരാൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള ഭയം കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷന് ഇനി 3 വർഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്.
അപ്രതീക്ഷിതമായ ആ 2024 സീറ്റ് വർധനവ് അത് കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം കോൺഗ്രസിൻ്റെ ചുവടുവെപ്പുകളൊക്കെയും പിഴയ്ക്കുന്ന ഒരു രീതിയാണുള്ളത്. ബീഹാറിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ നിയമസഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ആസാമിൽ പരാജയപ്പെട്ടു. തമിഴ്നാട്ടിലാണെങ്കിൽ കോൺഗ്രസ് വലിയ ധർമ്മസങ്കടത്തിലാണ്. അവരുടെ നീണ്ടകാലത്തെ അവരുടെ സഖ്യകക്ഷിയായ DMK ഉപേക്ഷിച്ച് അവർക്ക് TVK ഒപ്പം ചേരേണ്ടി വരുന്നു. തമിഴ്നാട്ടിലെ നാളത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. കാരണം TVK എന്ന പ്രതിഭാസം എത്ര കാലം ഇതേ സ്ട്രെങ്തിൽ നിലനിൽക്കുമെന്നറിയില്ല. അത് വിജയുടെ പിന്നിൽ കൂടിയ ഒരാൾക്കൂട്ടമാണ്. ഈ സമയത്ത് തന്നെ TVKക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുമോ എന്നറിയില്ല. ADMKയും DMKയും ചേർന്ന് അവിടെ മന്ത്രിസഭ രൂപീകരിക്കുമോ എന്നറിയില്ല. ആകെ ധർമ്മസങ്കടത്തിലാണ് തമിഴ്നാട്ടിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് നൽകിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തെന്നറിയില്ല. ഏത് ഘടകകക്ഷിയാണ് ഒപ്പം നിർത്തേണ്ടത് എന്ന് കോൺഗ്രസിന് അറിയില്ല. പ്രത്യേകിച്ചും TVKക്ക് ഒപ്പം പോയാൽ ഒരുപക്ഷെ നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയേക്കാം എന്ന ഒരു പ്രത്യേകതയുണ്ട് അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ. പക്ഷേ ലോക്സഭയിൽ TVKയും ADMKയും DMKയും ഒക്കെ ചേർന്ന പുതിയ പടനിലത്തിൽ എന്തായാലും ഇന്ത്യ മുന്നണിക്ക് 2024 ഒരു പ്രകടനം നിലനിർത്തുവാൻ ഇനി 2030 വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അവിടെ വോട്ടുകളൊക്കെ വിഭജിച്ചു പോകാം. ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ കുറഞ്ഞേക്കാം എന്നത് യാഥാർത്ഥ്യമാണ്. BJPക്ക് വലിയ സീറ്റുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ദ്രാവിഡ കക്ഷികളുടെ കൂട്ടപ്പൊരിച്ചിനിടയിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന TVKക്കോ DMKക്കോ ഏത് മുന്നണിക്കൊപ്പമാണ് കോൺഗ്രസിന് അവിടെ ചേരേണ്ടത് എന്ന് പോലും ഒരു സ്ഥിതിവിശേഷമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു പോകുന്ന ഈ സമയത്ത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുവാനേ ഒരുപക്ഷെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നത് കൊണ്ട് കഴിയൂ എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഇതേ സമാനമായ പ്രക്ഷോഭങ്ങളും ജനകീയ ഇടപെടലുകളും ജനങ്ങളുടെ തെരുവിലിറക്കവും ഒക്കെ കർണാടകയിൽ സംഭവിച്ചേക്കാം. TK ശിവകുമാറിന് വേണ്ടി ഓരോ സംസ്ഥാനത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി കൂടുതൽ വഷളാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും TK ശിവകുമാർ കേരളത്തിലെ നേതാക്കന്മാരെ പോലെയല്ല. അദ്ദേഹത്തിന് BJP എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയവും കർണാടകയുടെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ RCO രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ഒന്നും മുഖ്യമന്ത്രി പദം നിരസിക്കപ്പെട്ടാൽ അവർ BJPയിൽ ചേർന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. പക്ഷേ കർണാടകയിലെയും തെലങ്കാനയിലും ഒന്നും അവസ്ഥ അതല്ല. അതുകൊണ്ട് കോൺഗ്രസിന് വളരെ കൃത്യമായിട്ട് കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായി തന്നെ പോയില്ലെങ്കിൽ 2030 ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സ്വപ്നങ്ങൾ വീണടിയും എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. എന്തായാലും കേരളം കോൺഗ്രസിന് മികച്ച സ്ട്രൈക്ക് റേറ്റ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ലോക്സഭാ ഇലക്ഷനിൽ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ അവതാളത്തിലാകും എന്ന ഒരു ബോധം ICC നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോകുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.